അങ്ങോട്ടും 2 ഗോൾ, 2 എണ്ണം. ഇന്ന് തിരുവനന്തപുരം തോക്കും. എനിക്ക് ഇന്ന് ഭയങ്കര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നല്ല ചെയ്യാൻ പോകുന്നത്, എന്നാലും ഞാൻ പോകാൻ പോവാണ്. എന്താണെന്നുള്ളത് വരുന്ന സാധനം പറയും. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ടീഷർട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസിന്റെയും കാലിക്കറ്റ് എന്തോന്നോ സാധനത്തിന്റെയും കൂടെ സൂപ്പർ ലീഗിന്റെ മാച്ചാണ് അല്ലേ? സൂപ്പർ ലീഗ് കേരളയുടെ മത്സരങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് ടിക്കറ്റ്സ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ആക്ച്വലി വിചാരിച്ചോണ്ടിരുന്ന ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽസ് പോയി കാണണം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ പാലക്കാട് പോകാൻ നിന്നവൻ, എന്നിട്ട് ടിക്കറ്റ് കിട്ടി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പോയിട്ട് വരാന്ന് വിചാരിച്ച്. അത് VIP ടിക്കറ്റ് ആണ് കിട്ടിയത്, ഓണേഴ്സ് ബോക്സിലാണ്. അപ്പൊ പോയി കാണുന്നത് നിങ്ങളെ കാണിക്കാം. ഇന്ന് തിരുവനന്തപുരം തോക്കും. എന്റെ ഫ്രണ്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. പോണ വഴിയുള്ള ബാക്കി. Welcome back to another episode of Sion Saji Music. വണ്ടി കയറി പോവാണ്. എല്ലാം ഫിനിഷ് ആയില്ലേ? ഒരെണ്ണം കൂടെ എടുക്കാം. ഒരുവിധം ഇതായിട്ടുണ്ടാവണല്ലോ. പൈൻ ഫോറസ്റ്റിന്റെ ഔട്ട്. നമ്മുടെ ചന്ദ്രസേന സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അല്ല, അതൊക്കെ ഇപ്പൊ ചെയ്തതാ. അത് തന്നെ ഇപ്പൊ ചെയ്തതിന്റെ കാര്യം തന്നെ പറയുന്നത്. മെസ്സിയുടെ കളർ മാറിപ്പോയല്ല. അത് ഈ മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനൊരു മാച്ച് ഉണ്ടായിരുന്നില്ലേ, അതിനുണ്ടായിരുന്ന ഒരു ജേഴ്സിയാണത്. അല്ല, ഞാൻ പറയായിരുന്നേ, ഇതിപ്പോ കൊച്ചിയോ കോഴിക്കോടോ മലപ്പുറം ഒക്കെ ആയിരുന്നു കണ്ടല്ല, നമുക്ക് ഈ സ്റ്റേഡിയത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റൂല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈകുന്നേരം ഫുട്ബോൾ കളി കാണാൻ പോകാന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ സംഭവമൊന്നുമല്ല. എല്ലാ ദിവസവും അവർക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഇരിക്കും. സെവൻസിന്റെ മാച്ചോ ഫുട്ബോളിനെക്കാളും കുറച്ചുകൂടി ഇഷ്ടം ക്രിക്കറ്റിനോടാണ്. ഭയങ്കരമായിട്ട്. പക്ഷെ ഇപ്രാവശ്യം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാനിങ്ങനെ വീഡിയോസ്, പക്ഷെ ഇന്ന് കാലിക്കറ്റ് ജയിക്കും. പാർക്കിംഗ് വരുന്നത് യൂണിവേഴ്സിറ്റി അതിന്റെ അകത്താണ്, സെനറ്റ് ഹാൾ ക്യാമ്പസിനകത്താണ്. അപ്പൊ അവിടെ കൊണ്ട് വണ്ടി ഇടാൻ പറഞ്ഞത് വഴി കറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പാളയം വഴി ചുറ്റി കറങ്ങി തിരിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കൊണ്ടിട്ടിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അങ്ങോട്ട് നേരെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഈ ഇതിന്റെ സെനറ്റ് ഹാളിന്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ അത് കയറിയത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്നു പോയ വഴിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. 2 ചെക്കന്മാരൊക്കെ വന്നിട്ട് അവിടെ യോയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബിബിയുടെ ഫ്രണ്ടിനെയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, ആക്ച്വലി ഞാനിപ്പോൾ ജിജു ആയിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാലിക്കറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഞാൻ പരിക്കിലാണ്, അപ്പോൾ അവന് കളിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, ഈ കളി കളിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് 2-3 കളി ഞാൻ കണ്ടു, പക്ഷെ ബാക്കിയൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ബാക്കി അവൻ കണ്ടു. ഇന്ന് കാലിക്കറ്റ് ജയിക്കും.
ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടി ആയിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീംസൊക്കെ വന്ന് ഫോർമേഷൻ എടുക്കുന്നു, പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബിബിയുടെ അടുത്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇവൻ്റെ പ്രൊഡിക്ഷനൊക്കെ എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആകെ ബിബിയുടെ ഫ്രണ്ടിനെ നേരത്തെ അവിടെ വെച്ചൊന്ന് കണ്ടപ്പോഴത്തേക്ക് ഓക്കെ ഇന്ന ആളാണ് അയാൾ എന്ന് എനിക്ക് മനസ്സിലായി. കാലിക്കറ്റ് FC ക്യാപ്റ്റൻ ജിജോ, അവന് മാത്രം അവിടെ വെച്ച് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാൻസൊക്കെ ഭയങ്കര ഒരു എന്താ വല്ലാത്ത സെറ്റ് ഒരു മൂഡായിരുന്നു കേട്ടോ അവിടെ. അല്ലാതെ നടന്നു പോയതാണ് നമ്മുടെ ആങ്കർ. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഫറി ഉണ്ടല്ലോ അത്ര ഒരു ജസ്റ്റായിട്ടല്ല കൊമ്പൻസിൻ്റെ കാര്യത്തിൽ നിന്നതെന്ന് തോന്നി. കാരണം കൊമ്പൻസ് ഇങ്ങനെ ഓരോ മിനിറ്റിൽ ഇടിച്ച് കുത്തി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവർക്ക് കിട്ടേണ്ട പെനാൽറ്റിയൊക്കെ കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ ബിബി പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ കണ്ടത് ഫസ്റ്റ് ഗോളാണ്. ഫസ്റ്റ് ഗോളല്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡോ ഗോളാണ്. ഓണേഴ്സ് ബോക്സിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് കൊണ്ടുവന്നു. കിംസിൻ്റെ സ്പൈസ് റിട്രീറ്റിൻ്റെ ഫുഡായിരുന്നു കേട്ടോ. ആൻഡ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ചിപ്സ്, ആലു ഭുജിയ, പിന്നെ കുറച്ച് മറ്റേ ട്രോപ്പിക്കാനയുടെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസൊക്കെയാണ്. അപ്പോഴത്തേക്ക് കാലിക്കറ്റ് FC ടീം വന്നിട്ട് സൈഡിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ നമുക്ക് ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗെയിം. ഇതിപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, അതിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ടൊരു പ്ലെയർ നടന്നു പോകുന്നതാണ് കാണുന്നത്. അതായിരുന്നു കാലിക്കറ്റ് FC കോച്ച്. എന്നാൽ ആക്ച്വലി കോച്ചിന് ഇതിൻ്റെ ഇടയിൽ യെല്ലോ കാർഡ് കിട്ടി കേട്ടോ. കോച്ച് അവിടെ നിന്ന് ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ബേസിൽ. പിന്നെ ഇപ്പോൾ അവരെയൊക്കെ അടുത്ത ഗോൾ അടിച്ചതിൻ്റെയാണ് ഒരു സംഭവം കണ്ടത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇടിച്ചു കുത്തി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാളെ അങ്ങനെ എടുത്തുകൊണ്ട് പോകണ കണ്ടു, നല്ല രീതിയിൽ ഇഞ്ചുറി ആയെന്ന് തോന്നുന്നു. അങ്ങനെ അതിനിങ്ങനെ കളി കണ്ടിരുന്ന് ഇതിലാണ് കോച്ചിന് യെല്ലോ കാർഡ് കിട്ടിയത് കേട്ടോ. കോച്ചിന് യെല്ലോ കാർഡ് കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊമ്പൻസ് സെർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ 1-2 വട്ടം അതിൻ്റെ ഇടയ്ക്ക് കയറി എന്തൊക്കെയോ കാണിക്കാൻ പോയി. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. എന്തായാലും കോമഡി ആയിരുന്നു. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോറടിച്ച് തുടങ്ങി വേണമെങ്കിൽ പറയാം. ഫുട്ബോൾ ഫാൻസിന് കേൾക്കുമ്പോഴത്തേക്ക് കളി വരുമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് ബോറടിച്ച്. അതിനിടയിൽ ഞാൻ കണ്ടത് ഈ ഒരു ക്യാമറ ചേട്ടനായിരുന്നു. ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഫുൾ ടൈം. കളിയുടെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് തീരാറായി, കൊമ്പൻസ് തോറ്റു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് കുറേ പേരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗെയിം കഴിഞ്ഞു. ഓൾമോസ്റ്റ് കൊമ്പൻസ് തോറ്റു, കാലിക്കറ്റ് FC ജയിച്ചു. ഇതാണ് ഞങ്ങൾ ഇരുന്ന സ്ഥലം. ഓണേഴ്സ് ലോഞ്ച് ആയിരുന്നു. ബിബി അതിനിടയ്ക്ക് വാഷ്റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ആ ഗ്യാപ്പിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിക്കറ്റ് FC ഇങ്ങനെ അവരുടെ സെലിബ്രേഷനാണ് ഇതെന്ന് പറഞ്ഞു. അവരല്ലേ പറഞ്ഞത്, ബിബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഓക്കെ ഫൈൻ. അങ്ങനെ മോളിൽ നിന്നിട്ട് ഫാൻസും ഇവരൊക്കെ കേട്ട് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. അത് ഞങ്ങൾ തിരിച്ച് നടന്നു വരുമായിരുന്നു. അവൻ്റെ പ്രൊഡിക്ഷൻ എല്ലാം ശരിയായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ബിബി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫുട്ബോൾ കളി പോയിരുന്നു കണ്ടു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ബോറടിച്ച് ചത്തു ഞാൻ സത്യം പറഞ്ഞു. ഇരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ട് മാച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ വീണു തുടങ്ങി. അപ്പോൾ അകത്ത് മറ്റേ ഡ്രംസൊക്കെ കൊണ്ടുവന്ന പയ്യന്മാരെ പോലീസ് ചേട്ടന്മാരെ അങ്ങോട്ട് മാറാനായിട്ട് പറയായിരുന്നു, നിന്ന് റോഡിന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് തിരിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോയി വണ്ടി കയറാൻ പോകും. അപ്പോൾ കളി പോയി കണ്ടു കഴിഞ്ഞു. എന്നിട്ട് തിരിച്ച് മഴ നനഞ്ഞ് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കാണാറ്, ഞാൻ TV പോലും കളി കാണാൻ എനിക്കറിയില്ല. ഇവ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോകും, ഞാൻ ഇരിക്കത്തേ ഇല്ല. ഫസ്റ്റ് ഹാഫ് ഏതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോറടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി കൊമ്പൻസിനെതിരെ ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ 3 പൊട്ടിച്ച്. അപ്പൊ ഇനി അവർക്ക് ബേസിക്കലി ഡിഫൻസ് ഇറങ്ങാൻ മതിയാവുന്നതുകൊണ്ട് കളിയുടെ ഒരു ഫ്ലോ അറിയാലോ, ഫുട്ബോൾ കാണുന്നവർക്ക് അറിയാം. ഒരു വ്യത്യാസം വന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു
ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ പോലും ഇത്രയും അടുത്തുള്ള സ്പേസ് ഉണ്ടാകുന്ന എനിക്ക് അറിയാൻ പാടില്ല. ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ താഴത്തിൽ ഇരുന്നിട്ടില്ല. പക്ഷെ എന്നാലും ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത്. എന്താന്നാ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് കളിച്ചോണ്ടിരിക്കുന്നത്, നീ മുറുക്കൊക്കെ ഇടുന്നിട്ട് ഇവിടെ തന്നതില് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ചിപ്സ് ഓക്കെ, ആ കപ്പ് കേക്ക് പോലത്തെ സാധനമൊക്കെ ഓക്കെ, പക്ഷെ അതിന്റെ ഇടയില് മറ്റേ ഈ വെള്ളം അടിക്കുമ്പോ ആൾക്കാർ എടുത്തോണ്ട് പോകുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ തന്ന് ഇതെന്തിനാ ഇത്, അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കുപ്പി വെള്ളം. അങ്ങനെ അപ്പൊ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ പിന്നെ എന്റെ പ്രൊഡിക്ഷൻ ഒക്കെ ശരിയായിട്ടാ. ബെൽഫോർട്ട് ഗോൾ അടിക്കുമെന്ന് പറഞ്ഞു, അടിച്ചു. 2 ഗോളിനെങ്കിലും ജയിക്കുമെന്ന് പറഞ്ഞു, ജയിച്ചു. 2 ഗോളിനും അല്ല 3 ഗോളിന് 4-1 അല്ല, ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടാ ഗോള് അടിക്കണത്, എടുക്കാൻ പറ്റി. പക്ഷെ നേരെ വന്നില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അതിനിടെ കൂടെ പിന്നെ ഇത് സാംസങ് ഒന്നുമല്ലല്ലോ, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, മറ്റേ വലിച്ചടിച്ചെടുക്കാൻ പറ്റുമെന്നില്ല. iPhone 14 Pro Max അതിൽ കിട്ടാവുന്നതിന് മാക്സിമം കിട്ടിയിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, മോശം പറഞ്ഞല്ല ഞാന്, മറ്റേ അറ്റത്തുള്ളതൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞാണ്. ശരി, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.